ദീപക് ധർമ്മടത്തിലേക്ക് പോവുകയാണ്. ദീപക്, അങ്ങനെ ആംബുലൻസുകൾ ഓരോന്നായി ഇപ്പോൾ പാങ്ങിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ സങ്കട കാഴ്ച അത് ആ നാട്ടുകാർക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്, അവരെ അറിയുന്നവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ദീപക്, പ്രവിധ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു നാടിന് ഈ പാങ്ങുന്ന കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തിന് താങ്ങാവുന്നതിലപ്പുറത്തെ വലിയ കണ്ണീർ കടലാണ് ഒഴുകി വരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമ്മുടെ ക്യാമറാമാൻ അനൂപാലെ ഒന്ന് പാൻ ചെയ്യുമ്പോൾ കാണാം, ഒരു നാടാകെ ഒഴുകി ഈ ദുരന്തത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകൾ, അതായത് ആ ചേതനയേറ്റ ശരീരം ഇവിടേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നു. പിന്നീട് അവർ ഖബർസ്ഥാനുകളിലേക്ക് അല്ലെങ്കിൽ സംസ്കാര സ്ഥലങ്ങളിലേക്ക് അവർ നീങ്ങുകയാണ്. ആ നീങ്ങുന്ന അവരെ അവസാന നമ്മൾ ഈ കാണുന്നത്. ജാതിയില്ല, മതമില്ല, മറ്റൊന്നുമില്ല. ഒരു നാടിന്റെ പ്രിയപ്പെട്ട 9 പേർ, ഒരു വിദ്യാലയത്തിലെ ആകെയുള്ള അധ്യാപകരിൽ ഒരാളൊഴിച്ച് എല്ലാവരും ഈ ദുരന്തത്തിന്റെ ഇരയാകുന്നു. വലിയ സന്തോഷത്തിൽ, വലിയ ആനന്ദത്തിൽ അവർ അവധിക്കാലത്തൊരു യാത്ര പോകുന്നു. അങ്ങ് വാൾപ്പാറയിലെ പച്ചപ്പിന്റെ മനോഹാരിത തേടി മല കയറി. പക്ഷേ പൊടുന്നനെ ഒരു ദുരന്തം അവരെ മാടി വിളിച്ചു. വിടാതെ പിന്തുടരുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മലപ്പുറത്തെ ദുരന്തങ്ങൾ. നമ്മൾ കണ്ടു കരിപ്പൂർ എയർപോർട്ടിലെ ദുരന്തം, അതിനു മുമ്പ് പെരിന്തൽമണ്ണയിലെ ദുരന്തം, അത് കഴിഞ്ഞ് നമ്മൾ താനൂർ ബോട്ട് ദുരന്തം. അങ്ങനെ ഇപ്പോൾ ഒടുവിൽ തമിഴ്നാട്ടിലാണ് ദുരന്തമെങ്കിലും അതിൻ്റെ ഇരകൾ, അതിൻ്റെ കണ്ണീർ കടലിൽ കണ്ണീർ കുടിക്കുന്നത് ഈ മലപ്പുറത്തെ കൊച്ചു ഗ്രാമം പാങ്ങാണ്. പാങ്ങിലെ സാധാരണക്കാർ മാത്രമുള്ള ഒരു പ്രദേശം, സ്നേഹം കൊണ്ട് മാത്രം സംവദിച്ചവർ, അവർക്കിടയിലേക്കാണ് ഈ ദുരന്തത്തിന്റെ വാർത്ത. ഇന്നലെ 5:10 ഒരു ഫോൺ കോളിന്റെ ദൂരത്തിൽ ഒരു വലിയ ദുരന്തത്തിന്റെ അറിയിപ്പാണ് എത്തിയത്. ആദ്യം അപകടം എന്ന വിവരം, പിന്നീട് മരണം എന്ന വിവരം, മരണസംഖ്യ ഉയരുന്ന വിവരം. അങ്ങനെ ഒരു വലിയ ദുരന്തത്തിന്റെ ദുഃഖത്തിലാണ് ഈ പ്രദേശം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വളരെ വേദനയോടുകൂടി ആൾക്കാർ എത്തുന്നതാണ്. ചേച്ചി, എവിടെയാ വീട്? കടനാമട്ടി. ഇവരെ അറിയുന്നതാണ്? അറിയണാണ്. മോളെ കുട്ടി അവിടെ ഒരു വർഷം സ്കൂളിൽ പോയിരുന്നു. ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ്, ഇതുപോലെ ഒരു നാടിനെ അറിയുന്നവരാണ്. അതായത് അവരുടെ മകൾ, ഇപ്പം എന്നോട് സംസാരിച്ചവരുടെ മകൾ അവിടെ സ്കൂളിൽ പഠിച്ചതാണ്. ചേട്ടാ, ഈ പ്രദേശത്തുള്ള ആളാണ്. ഈ ദുരന്തത്തിന്റെ വിവരം അറിഞ്ഞ് ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഒരു നാടാകെ ദുഃഖത്തിലാണ്. സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള. ഒരു പ്രദേശത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ, തീരാ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. മാത്രമല്ല, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലവും മറ്റൊരു ഇതിന് ഉപയോഗിക്കാനോടൊപ്പം തന്നെ റിക്രിയേഷനും കൂടി ഉപയോഗിക്കുന്ന സന്ദർഭമാണ്. തീർച്ചയായിട്ടും അധ്യാപക സമൂഹത്തിനും അതുപോലെ നാടിനൊക്കെ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഈ മരണം കൊണ്ടുണ്ടായിട്ടുള്ളത്. അതിന് ദുഃഖത്തിൽ പങ്കുചേരാൻ ഞങ്ങളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ജനങ്ങളെ, റോഡിലുള്ള ജനങ്ങളെ ക്രമീകരിക്കുകയാണ്. കാരണം ആംബുലൻസ് ചേതനയേറ്റ ശരീരങ്ങളുമായി 9 ശരീരങ്ങളുമായി ഇങ്ങോട്ട് ഈ പാങ്ങിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് ഈ പൊതുദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് എത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാടിന് താങ്ങാവുന്നതിലപ്പുറത്തെ വലിയ ആഘാതം, വലിയ ദുഃഖം. ആ ദുഃഖത്തിൽ അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള കണ്ണീർ കടലാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തരുടെയും മുഖത്ത് വായിച്ചറിയാം. ചെറിയ കുട്ടികളെയുമായി എടുത്തു വരുന്നു. കാരണം അവരുടെ കുട്ടികളെ പഠിപ്പിച്ചവർ, അല്ലെങ്കിൽ കുട്ടികൾക്കൊപ്പം നേരത്തെ പഠിച്ചവർ, അങ്ങനെയൊക്കെയുള്ളവർ ഏതെങ്കിലും രീതിയിലുള്ള അടുത്ത ബന്ധമുള്ളവരാണ്. പ്രത്യേകിച്ചും ഒരു നാട്ടിൻ പ്രദേശം, തിങ്ങി നിറഞ്ഞ് ഓരോ വീടുകളുള്ള സ്ഥലം, അങ്ങനെ അത്രമേൽ കുടുംബങ്ങൾ തമ്മിൽ അടുപ്പമുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്താണ് ഇങ്ങനെ 9 കുടുംബങ്ങളിലേക്ക് 9 പേരെ എടുത്തുകൊണ്ടുള്ള ഈ ദുരന്തം. മാത്രവുമല്ല 3 പേർ അത്യാസന്ന നിലയിലാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. ഈ ദുരന്തമുഖത്ത്, ദുഃഖമുഖത്ത് നിൽക്കുമ്പോഴും ഈ സമൂഹമാകെ അല്പസമയത്തിനകം തന്നെ ഈ ആംബുലൻസ് ഈ വഴിയിലൂടെ സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നു പോകും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഓരോരുത്തരും ദുഃഖത്തോടുകൂടി അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ്. ഈ കുട്ടികളെ അറിയുന്നതായിരുന്നു? കുട്ടികളല്ല, മാഷന്മാരെ. നടുക്കം വിട്ടുമാറാതെ അടങ്ങാനാകാത്ത വേദനയിലാണ് ഇപ്പോൾ പാങ്ങ് എന്ന ഗ്രാമം. അവിടെ അമ്പലപ്പറമ്പ് സ്കൂൾ മൈതാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ 9 മൃതദേഹങ്ങളും പൊതുദർശനത്തിനായി ഇവിടേക്ക് എത്തിക്കുകയാണ്. ആ ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശത്തേക്ക് ആംബുലൻസുകൾ വിലാപയാത്രയായി എത്തിക്കഴിഞ്ഞു. അതിവേഗം പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുകയാണ്. ഗ്രാമം ഒന്നാകെ വേദനയിൽ കഴിയുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.